മല്ലു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വി സതീശൻ കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു 10 ലോങ് ഇയേഴ്സിന്റെ പിണറായി സർക്കാരിന് വിരാമമായി പുതിയ മുഖ്യമന്ത്രി വരികയാണ്. ഇത് ആക്ച്വലി ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നല്ല. ഇതൊരു 30 വർഷത്തെ ഒരാളുടെ രാഷ്ട്രീയ ജീവിതമാണ്. 1996 ഇലക്ഷനിൽ തോറ്റ ഒരു ലോയർ 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഒരു കഥ. ഈ കഥയിൽ പുള്ളി ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം പ്രൊമോഷൻസ് മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ഈ ഇലക്ഷൻസിന് ശേഷം തന്നെ കോൺഗ്രസിലെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ തരണം ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് പുള്ളി എത്തിയിട്ടുള്ളത്. സോ പുള്ളിയുടെ യാത്ര എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആൾ ഈ ഒരു പൊസിഷൻ വരെ എങ്ങനെ എത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ബേസിക്സിൽ നിന്ന് തുടങ്ങാം. സോ മുഴുവനായിട്ടുള്ള പേര് വട്ടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ്. 1964 മെയ് 31 എറണാകുളം ജില്ലയിലുള്ള നെട്ടൂർ എന്നുള്ള സ്ഥലത്താണ് ആൾ ജനിച്ചത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ദാമോദരൻ മേനോന്റെയും വിലാസിനി അമ്മയുടെയും 4ാമത്തെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ഇതിൽ നമുക്ക് കൗതുകമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബത്തിൽ നിന്ന് വന്നതല്ല. വലിയ കണക്ഷനോ അല്ലെങ്കിൽ വലിയൊരു സർനെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ലെഗസിയോ ഫാമിലി ലെഗസിയോ അങ്ങനെ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ ഹി വാസ് എ സോളിഡ് മിഡിൽ ക്ലാസ്. അപ്പൊ പുള്ളി ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൊങ്ങി വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തേവര സാക്രഡ് ഹാർട്ട് കോളേജിൽ നിന്ന് BA സോഷ്യോളജിയാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി രാജഗിരി കോളേജിൽ നിന്ന് MSW എടുത്തു, അതായത് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം. പിന്നെ കേരള ലോ അക്കാദമിയിൽ നിന്ന് LLB, അതിനുശേഷം ഒരു LLM. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഓവർ അച്ചീവർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് പുള്ളി. ഇപ്പൊ നമുക്ക് അറിയാം, കോൺഗ്രസിന്റെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ സ്റ്റുഡൻസ് വിങ് ആണ് KSU. അപ്പൊ KSUവിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഉണ്ട്. അതിനുശേഷം പുള്ളി KSUവിൽ തന്നെ പല പല സ്ഥാനങ്ങൾ കയറിയിട്ടാണ് ഒരു സീനിയർ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ആയത്. അതായത് പുള്ളി MG കോളേജിന്റെ അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ ചെയർമാൻ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ NSU നാഷണൽ സ്റ്റുഡൻസ് കൗൺസിലിന്റെ സെക്രട്ടറി ആയിട്ടുണ്ട്. അങ്ങനെ കുറെ സ്ഥാനങ്ങൾ കയറിയാണ് സീനിയർ പൊളിറ്റിക്സിൽ എത്തിയത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു. കേരള ഹൈക്കോടതിയിലെ ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു. ഇത് മാറ്റി വെച്ചിട്ടാണ് ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിട്ട് പിന്നീട് പിൽക്കാലത്ത് മാറിയത്. ഒരു ലോയർ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ പറയുന്ന ഡാറ്റയിലും ഭയങ്കര ഒരു സ്ഫുടത നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഡാറ്റ വെച്ചിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കുക. നിങ്ങളിപ്പം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ക്യാമ്പയിൻസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഡാറ്റ വെച്ചിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ആദ്യത്തെ പൊളിറ്റിക്കൽ എൻട്രിയാണ്. 1996 നിയമസഭാ ഇലക്ഷനിൽ പറവൂർ മണ്ഡലത്തിൽ, അതന്ന് CPIയുടെ ഒരു കോട്ടയായിരുന്നു. അപ്പൊ പറവൂർ മണ്ഡലത്തിൽ അവർക്ക് വേറെ സ്ഥാനാർത്ഥി ഇല്ലാതായ സമയത്ത് ആണ് VD സതീശൻ എന്നുള്ള പേര് പൊങ്ങി വരുന്നതും അദ്ദേഹത്തിന് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു CPIയുടെ കോട്ടയായിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്നു അവിടെ ഒരു കോൺഗ്രസ് നേതാവിന് ജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റിന് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഒട്ടും പവർഫുൾ അല്ലാത്ത, ആദ്യമായിട്ട് ഇലക്ഷനിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ നേരിടുന്ന, ഇലക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് വലിയൊരു ഓളമൊന്നും ഉണ്ടാക്കില്ല എന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ തോറ്റുവെങ്കിലും 1016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എതിർ സ്ഥാനാർത്ഥി ജയിച്ചത്. അപ്പോ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വലിയൊരു മാർജിൻ ഉണ്ടാക്കാൻ പറ്റിയതിൽ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഗ്രൗണ്ട് വർക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്ത 5 വർഷം കാത്തിരുന്നു. അടുത്ത ഇലക്ഷനിൽ പറവൂര് തന്നെ മത്സരിച്ചു. അതായത് ഒരു എളുപ്പമുള്ള മണ്ഡലത്തിലേക്ക് മാറണം എന്ന് അദ്ദേഹം ചിന്തിച്ചതേയില്ല. അവിടെ തന്നെ ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ജയിക്കണം എന്നുണ്ടായിരുന്നു. അടുത്ത ഇലക്ഷനിൽ പുള്ളി അത് പ്രൂവ് ചെയ്ത് കാണിച്ചു. 7000 വോട്ടിനാണ് അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം അവിടെ ജയിച്ചത്. അതിനുശേഷം പറവൂര് സതീശന്റെ ആയിരുന്നു. അതിനുശേഷം വന്ന എല്ലാ ഇലക്ഷനിലും വേറെ ഒരു ഓപ്ഷനും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. എല്ലാ ഇലക്ഷനിലും അദ്ദേഹമായിരുന്നു അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി. അതായത് 2001, 2006, 2011, 16, അത് കഴിഞ്ഞിട്ട് 21, ഇപ്പൊ ലേറ്റസ്റ്റ് 26. ഇതിനിടയ്ക്കുള്ള 2 വർഷം, അതായത് 2 ഇലക്ഷൻ പിണറായിയുടെ വലിയൊരു വേവ് ഉണ്ടാക്കിയ സമയമായിരുന്നു. അതായത് അവര് കേരളം ക്ലീൻ സ്വീപ്പ് ചെയ്ത സമയമായിട്ട് പോലും ഈ 2 ഇലക്ഷനിലും പറവൂര് നിന്നത് VD സതീശന്റെ കൂടെയായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ അസറ്റ്. 1996 നേരിട്ട തോൽവിക്ക് ശേഷം പുള്ളി ഗ്രൗണ്ട് വർക്ക് ചെയ്തുണ്ടാക്കിയ ആ ഒരു വിശ്വാസ്യത
ഇതുവരെ തകർന്നിട്ടില്ല. 25 വർഷമായിട്ടും അത് അതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് പുള്ളിക്ക് സാധിച്ചു. ഇതിലുള്ള ഒരു അൺകംഫർട്ടബിൾ ട്രൂത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2001 അതായത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 2001 അദ്ദേഹം ആദ്യമായിട്ട് MLA ആവുന്നത്. ഇപ്പം 25 വർഷങ്ങൾക്ക് ശേഷം 2026 അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയാവുന്നത്. അതായത് 25 വർഷം MLA ആയിട്ടും ഇതിനിടയ്ക്ക് കോൺഗ്രസ് പലതവണ ഭരിച്ചിട്ടും അദ്ദേഹം ഒരു മന്ത്രിയും ആയിട്ടില്ല. ഇതിന്റെ ഒരു മെയിൻ കാരണമായിട്ട് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻഷ്യൽ പാർട്ടീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിലൊന്നും പുള്ളിയോട് വലിയ താല്പര്യമില്ല. അദ്ദേഹം അവരെയൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് പ്രീതിപ്പെടുത്തുന്ന പോലെ പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ SNDP അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകൾ, ഇങ്ങനത്തെ സംഘടനകളോടൊന്നും പുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് അടുപ്പം കാണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതുവരെ അദ്ദേഹം മന്ത്രിയായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടാത്തത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് കേരള പൊളിറ്റിക്സിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അദ്ദേഹത്തിന് സ്റ്റാൻഡ് ഭയങ്കര ഉറച്ചതായിരുന്നു. ഞാൻ ജാതി സമ്പ്രദായങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ജാതി സപ്പോർട്ടുള്ള ഓർഗനൈസേഷനുകളിൽ നിന്നോ സപ്പോർട്ട് തേടില്ല എന്നുള്ളൊരു ഉറച്ച സ്റ്റാൻഡ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ വേറൊരു കാര്യം, 2016 KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടില്ല, ഇന്റേണൽ പൊളിറ്റിക്സ് കാരണം. പിന്നീട് 2021 UDF ഭരണം നഷ്ടപ്പെട്ട സമയത്ത്, അതായത് അതിനു മുന്നേയും ഉണ്ടായിരുന്നില്ല, ഇപ്പം 2016 മുതൽ ഇപ്പൊ പിണറായി യുഗമായിരുന്നു, ഇപ്പൊ നമ്മൾ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ. അപ്പൊ 2021 അദ്ദേഹം ഓപ്പോസിഷൻ ലീഡർ ആവുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകുന്നത്. അപ്പൊ അതിനുശേഷം പുള്ളി ചെയ്ത ഗ്രൗണ്ട് വർക്കുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥാനത്ത് അദ്ദേഹം എത്തിയിട്ടുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയ്ക്ക് 6 തവണ പറവൂരിൽ ജയിച്ചിട്ടും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് വേറൊരു മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുമില്ല, ഒരു മന്ത്രിയാവാൻ സാധിച്ചിട്ടുമില്ല. അപ്പൊ ഇതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 2021 പ്രതിപക്ഷ നേതാവായതാണ്. പിണറായി സർക്കാർ ബാക്ക് ടു ബാക്ക് തിരിച്ചു വന്നപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഭരണം കിട്ടിയ സമയത്ത് കോൺഗ്രസ് ദയനീയമായിട്ടാണ് തോറ്റത് കേരളത്തിൽ. ആ ഒരു ദയനീയ തോൽവിയിൽ നിന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഒരുപാട് സീനിയർ നേതാക്കൾ അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ നമുക്ക് പേരെടുത്ത് പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല അവൈലബിൾ ആയിരുന്നു, K സുധാകരൻ അവൈലബിൾ ആയിരുന്നു, അങ്ങനെ വീണ്ടും വേറെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ ഉണ്ടായിട്ടും, ഇവരൊക്കെ മന്ത്രിമാരായി പോലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ടും ഒരിക്കൽ പോലും മന്ത്രിയാവാത്ത VD സതീശനെയാണ് അവർ ചൂസ് ചെയ്തത്. ഇത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായിട്ട് നിയമസഭയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ തുടർന്ന് അങ്ങനെ പോയി അടുത്തൊരു ഇലക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ബിക്കോസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറവൂർ മണ്ഡലം പുള്ളിയുടെ സ്വന്തം മണ്ഡലമാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹം ജയിക്കുന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ഓൾറെഡി ഉണ്ട്. പക്ഷെ അദ്ദേഹം ചൂസ് ചെയ്തത് ഒരു ഡയറക്റ്റ് ആയിട്ട് ശരിക്കും ഒരു പ്രതിപക്ഷ നേതാവായിട്ട് എല്ലാത്തിനോടും കട്ടയ്ക്ക് നിൽക്കാനും വേണ്ടിയിട്ടാണ് പുള്ളി ശ്രമിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ അപ്രോച്ച് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഡാറ്റ ഡ്രിവൺ അപ്രോച്ച് ആയിരുന്നു. അതായത് ഡാറ്റ എടുത്തിട്ട് എന്തൊക്കെ പ്ലാനുകൾ, എന്തൊക്കെ പദ്ധതികൾ വരുന്നു, അതിന്റെയൊക്കെ ഡാറ്റ എടുത്തിട്ടാണ് അതിന്റെ ഫെയിലിയറിനെ കുറിച്ച് സംസാരിക്കുക. ഇപ്പൊ അതിന് നമ്മൾ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ PSCയിൽ ഉണ്ടായ കുറെ തിരിമറി, അല്ലെങ്കിൽ വയനാട് ലാൻഡ് സ്ലൈഡിൽ ഉണ്ടായ ദുരന്തം, ഇതിന്റെ ഫണ്ട് വിനിയോഗിച്ച കാര്യങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് അതിശക്തമായിട്ട് ഇതിനൊക്കെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് വിത്ത് ഡാറ്റ. അപ്പൊ ഇതൊരു പുതിയ അപ്രോച്ച് ആയിരുന്നു. ഇത് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രസൻസും അദ്ദേഹം പുറത്ത് സംസാരിക്കുന്ന രീതിയും ഇതൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഓരോ ജയത്തിലും പുള്ളിയുടെ ബാർ ഇങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിലുള്ള ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള വേറൊരു ഇൻസിഡന്റ് നമുക്ക് ഓർത്തെടുക്കുകയാണെങ്കിൽ, 2025 ഇപ്പോ SNDPയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തി, UDF ഇത്തവണ ജയിക്കില്ല. പക്ഷേ ഇതിന് VD സതീശൻ മറുപടി കൊടുത്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 100 സീറ്റുമായിട്ട് ജയിക്കും, അല്ലെങ്കിൽ 100ൽ കൂടുതൽ സീറ്റുകൾ നേടി കേരളത്തിൽ ജയിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പലരും കളിയാക്കി, ഇതിനെതിരെ കുറെ മീമുകളും കാര്യങ്ങളൊക്കെ വന്നു. അദ്ദേഹം അതിനോട് റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, 100ൽ പരം സീറ്റുകൾ വിൻ ചെയ്തിട്ട് കോൺഗ്രസ് ഇത്തവണ ജയിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ UDF ഇത്തവണ ജയിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കും, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്ന് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു. പക്ഷെ 61 വയസ്സുള്ള ഒരു കോൺഗ്രസ് വെറ്ററന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അത് ഒരു സ്ട്രാറ്റജിക് കോൺഫിഡൻസ് ആയിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറഞ്ഞതാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല.
ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷമാണെന്ന് തോന്നുന്നു കോൺഗ്രസ് കേഡറിൽ ഒരുപാട് ഭയങ്കര അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതും ഒരുപാട് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ആ ഒരു കോൺഫിഡൻസ് എല്ലാവരെയും ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. ഓക്കെ, കോൺഗ്രസ് എലക്ഷൻ ജയിച്ചു, അല്ലെങ്കിൽ UDF എലക്ഷൻ ജയിച്ചു. UDF എലക്ഷൻ ജയിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് BDS ഒരു ഒബ്വിയസ് ചോയ്സ് ആണ് എന്ന് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു മന്ത്രിയായ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നുള്ളത് നിലനിൽക്കെ തന്നെ അദ്ദേഹമായിരുന്നു അവരുടെ ഒരു വിജയശില്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഹി വാസ് ദി ഒബ്വിയസ് ചോയ്സ്. പക്ഷേ കോൺഗ്രസ് വാസ് കോൺഗ്രസ്. ഇതിൽ 3 വ്യത്യസ്ത പേരുകൾ വെച്ചിട്ട് 11 ദിവസത്തോളം കോൺഗ്രസിൽ ഇന്റേണൽ പൊളിറ്റിക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിട്ടാണ് അദ്ദേഹം ഇത് നേടിയെടുക്കുന്നത്. ഇപ്പൊ 3 പേരുകൾ ഞാൻ പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല, അതേപോലെ തന്നെ KC വേണുഗോപാൽ ആൻഡ് BDS. സോ ഈ 3 പേർക്ക് വേണ്ടിയിട്ട് പല പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഇപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പോസ്റ്റർ കീറുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, അതുപോലെ തന്നെ ആളുകൾ സമരം ചെയ്യുന്നു, മാർച്ച് നടത്തുന്നു. ഇങ്ങനെ ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്ന് അതിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ മാനിച്ചിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അദ്ദേഹം ഒരുപാട് ശക്തമായി ഗ്രൂപ്പിസം ഒന്നും കളിക്കാത്ത ഒരാളാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സോ മറ്റുള്ള ആളുകൾക്ക്, ഇതിലിപ്പോൾ കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ള ആളുകൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, ഡൽഹി കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചർച്ചകൾക്കും ഒക്കെ ഒടുവിലാണ് ഇദ്ദേഹത്തിന് ഈ സ്ഥാനം കൺഫേം ചെയ്ത് കോൺഗ്രസ് അത് അനൗൺസ് ചെയ്തത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പിണറായി സർക്കാരിനെ നയിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയൻ എന്നുള്ള ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന്, സമരമുഖത്ത് നിന്ന് വന്ന ഒരു അതിശക്തനായ നേതാവായിരുന്നു. അദ്ദേഹം ഇൻസ്റ്റിങ്ക്റ്റുകൾ കൊണ്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ BDSന്റെ രീതി വേറെയാണ്. നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച പോലെ അദ്ദേഹം ഡാറ്റ ഡ്രിവൺ ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന, ഡാറ്റകൾ അനലൈസ് ചെയ്യുന്ന ഒരു ലോയർ കം ചീഫ് മിനിസ്റ്റർ ആണ്. സോ നമുക്ക് ആ അപ്രോച്ചിലുള്ള ചേഞ്ചുകൾ കാണാൻ സാധിക്കുമായിരിക്കും. അപ്പം അദ്ദേഹം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഗവേണൻസിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പൊ ഇതിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ ഇനിയും വരാനുണ്ട്. ഇപ്പോ KC വേണുഗോപാൽ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ പേര് നോമിനേഷൻ വന്നിട്ട് അദ്ദേഹത്തിന് അവസാനം ജയിക്കാനായിട്ടില്ല ആ റേസിൽ. ഇപ്പൊ ഒരു ഇലക്ഷൻ മാത്രം ജയിച്ചാൽ പോരല്ലോ, ഈ ഇന്റേണൽ പൊളിറ്റിക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റേണൽ പൊളിറ്റിക്സും മറികടന്നിട്ട് വേണം ഈ പൊസിഷൻ കിട്ടാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് ചരടുകൾ വലിച്ച ഒരാളായിരുന്നു KC വേണുഗോപാൽ. അദ്ദേഹം ഓഫ്കോഴ്സ് അദ്ദേഹം ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ക്യാബിനറ്റ് രൂപീകരിക്കലും ഒരു മൊത്തത്തിലൊരു മന്ത്രിമാരെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മുൻപ് ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർ തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികളോ ഇതിന്റെ പുനർ നടപടികളോ അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ഒക്കെ അദ്ദേഹം തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ ഇതിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ട് കിട്ടും, ഇതിൽ എങ്ങനെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനാവും, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ക്ലോസ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ പൊതുവെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരുപാട് വലിയ വലിയ നേതാക്കളൊക്കെ വന്നിട്ടുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മക്കൾ രാഷ്ട്രീയമായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു പുതിയ തലമുറയുടെ വേർഡൊക്കെ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നെപ്പോ കിഡ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പിണറായി വിജയനൊക്കെ വന്ന പോയിട്ടുള്ള അദ്ദേഹം ഭയങ്കര ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അതിശക്തമായിട്ട് ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ട് നേതാവായ ഒരാളാണ്. പക്ഷെ നമ്മൾ VD സതീശന്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹം ഇത് രണ്ടുമല്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യനാണ്. ഇപ്പൊ നമ്മുടെ കരുണാകരന്റെ ഷാഡോയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സമയത്താണ് പുള്ളി വളർന്നു വന്നത്. പക്ഷെ ആരുടെയും പപ്പറ്റല്ല. അപ്പൊ കരുണാകരൻ, ഉമ്മൻചാണ്ടി, ആന്റണിക്കൊക്കെ ശേഷം ഒരു പുതിയ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പുതിയ സിസ്റ്റമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. ഇത് വർക്ക് ചെയ്യോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അപ്പോൾ ഇതൊരു പുതിയ ഫേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളം ഭരിക്കുക എന്നുള്ളത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ പാർട്ടി ഇന്റേണൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ സ്വന്തം സൈഡിലുള്ള ആൾക്കാരുടെ തന്നെ ഒരുപാട് വിയോജിപ്പുകൾ, ഇതിനെയൊക്കെ മറികടന്ന് ഒരു സർക്കാർ ഉണ്ടാക്കി അദ്ദേഹത്തിന് ഭരിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഈ ഭരണത്തിലൂടെയാണ് നമുക്ക് അദ്ദേഹം ഉത്തരം തരേണ്ടത്. അപ്പോൾ 1996 1000 വോട്ടിന് ഒരു ഇലക്ഷനിൽ തോറ്റ ഒരാള് 30 വർഷത്തിനിപ്പുറം നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട്. അപ്പോൾ എന്തൊക്കെ നടക്കും, അല്ലെങ്കിൽ ഈ സർക്കാർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരിക്കാൻ സാധിക്കുമോ, എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കും അദ്ദേഹം നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കമന്റിൽ എഴുതുക. അപ്പോൾ ദിസ് ഇസ്
Mallu point of view. I'll see you guys in the next one.